ഒരു ഇന്നോവയുടെ സസ്പെൻഷൻ ബുഷ്കിറ്റേ കാണണം കേട്ടോ. മൊത്തം ഒരു വണ്ടിയുടെ ബുഷ്കിറ്റാണ് ഈ കാണുന്നത്. ലോവർ ആമിൻ്റെ, അപ്പർ ആമിൻ്റെ, റിയർ ആംസിൻ്റെ അങ്ങനെയുള്ള ബുഷ്കിറ്റുകൾ ബോൾ ജോൺസൊക്കെ കാണണം കേട്ടോ. ഇതിപ്പോൾ ലോവർ ആമിൻ്റെ ഒരു ബുഷാണ് കണ്ടോ. ഇതിൻ്റെ അവസ്ഥ കണ്ടോ, പ്ലേ കണ്ടോ, കാണിച്ചു തരാം. കൊണ്ടുവരാം. ഇത് കണ്ടോ, ലോവർ ആമിൻ്റെ ബുഷ് വയ്ക്കണുണ്ടോ. ഇത്രയും മോശവസ്ഥ പോയിരിക്കണ്ട. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന കംപ്ലയിൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയർ പെട്ടെന്ന് വെട്ടിത്തഴിഞ്ഞു. അതുപോലെ ഒട്ടും യാത്രാസം ഉണ്ടാവില്ല. നമ്മൾ ബ്രേക്കൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് വണ്ടിക്ക് ഭയങ്കര ഒലച്ചിലൊക്കെ ആയിരിക്കും. അതുപോലെ ഒട്ടും യാത്രാസം തന്നെ നടത്തിട്ട് പോകില്ല വണ്ടിയുടെ. അതായത് ഭയങ്കര റഫായിരിക്കും വണ്ടി ഓടിക്കുക യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും വരും. ഇതിനെ കൂടുതൽ ഇനിയുണ്ട് എഞ്ചിൻ മൗണ്ട്സ്. 2 എഞ്ചിൻ മൗണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു ഇന്നോടെ മൗണ്ടിനെ മാറ്റിയിട്ടുണ്ട്, അവിടെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇന്നോടെ തന്നെ എഞ്ചിൻ മൗണ്ട്സ് ഉണ്ട് ഈ 2 ഇരിക്കണേ കണ്ടോ. ബുഷ് പൊട്ടിയേക്കണ കണ്ടോ, പൊട്ടി പൊളിഞ്ഞിരിക്കേണ്ട. അപ്പോൾ ഇത്രയും മോശം കണ്ടീഷൻ വണ്ടി ഓടിക്കാൻ നിൽക്കരുത്. ഇത്രയും മോശം കണ്ടീഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എഞ്ചിൻ മൗണ്ട് പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് ഭയങ്കര ജെർക്കിങ് കൂടും. ആ എഞ്ചിൻ ഭയങ്കര ജെർക്കിങ് ആയിരിക്കും. ആ ജെർക്കിങ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വണ്ടിയുള്ള മറ്റുള്ള പാർട്സുകൾക്ക് കംപ്ലയിൻസിനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്ടാ. ജെർക്കിങ് കൂടുന്ന കാരണം, വൈബ്രേഷൻ കൂടുന്ന കാരണം. അപ്പോൾ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ജെർക്കിങ്ങുകളോ അല്ലെങ്കിൽ സസ്പെൻഷൻ്റെ കംപ്ലയിൻസോ അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കൈയോടെ തന്നെ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇതുകൊണ്ട് മാറ്റുന്നതോടെ തീരും. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള പാർട്സുകളൊക്കെ ഇങ്ങനെ കംപ്ലയിൻസ് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ സസ്പെൻഷൻ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അബ്നോർമലായിട്ട് സൗണ്ടുകളോ യാത്രാസവും കുറവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വർക്ക്ഷോപ്പൊക്കെ ക്ലിയർ ചെയ്തേക്കുക. അപ്പോൾ അതുകൊണ്ട് തീരും. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത പാർട്സ് കംപ്ലയിൻ്റ് ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ.